നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. എടാ, വായനാ ദിനത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരങ്ങളിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മലയാള സാഹിത്യത്തിലെയും ഇന്ത്യൻ സാഹിത്യത്തിലും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും ജേതാക്കളും. അപ്പൊ നമുക്കറിയാം, സാഹിത്യത്തിൽ ഒരുപാട് കൃതികൾ ഉണ്ടാവുന്നുണ്ട്. കവിതകളായിട്ടും കഥകളായിട്ടും നോവലുകളായിട്ടും യാത്രാവിവരണങ്ങളായിട്ടും ആത്മകഥകളായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരുപാട് കൃതികൾ ഉണ്ടാവുന്നു. ഇതിൽ പല കൃതികൾക്കും പലതരത്തിലുള്ള പുരസ്കാരങ്ങൾ ലഭിക്കാറുണ്ട്. അങ്ങനെ പുരസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പൊ ഏറ്റവും അവസാനമായി ലഭിച്ച, ഏറ്റവും ലേറ്റസ്റ്റ് ആയി ലഭിച്ച പുരസ്കാരങ്ങളും അതിന്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില പുരസ്കാരങ്ങളും അതുമായി ബന്ധപ്പെട്ട അവരുടെ ഡീറ്റെയിൽസും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് മാഷ് ഇന്നത്തെ വീഡിയോയിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും വേണം എന്നാണെങ്കിൽ ഈ ഒരു വീഡിയോനകത്തായി എന്ത് ചെയ്യുക, യെസ് എന്ന് കമന്റ് നൽകുക. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. പുരസ്കാരങ്ങളും ജേതാക്കളും. നോക്കിയാൽ നിങ്ങൾ, ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യയിലെ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരത്തിന്റെ പേരെന്താണ്? ഇന്ത്യയിലെ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരത്തിന്റെ പേര് മക്കളെ, അത് ജ്ഞാനപീഠ പുരസ്കാരം എന്നാണ്. ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് ഈ പുരസ്കാരം നൽകുന്നത്. ജ്ഞാനപീഠ ട്രസ്റ്റ് നൽകുന്ന ഈ പുരസ്കാരത്തിന്റെ തുക 11 ലക്ഷം രൂപയാണ്. ഇപ്പോ 11 ലക്ഷം രൂപയാണ് ഇത് ലഭിക്കുന്ന സാഹിത്യകാരൻ ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ പുരസ്കാരമാണ്. ഇതൊരു സർക്കാർ നൽകുന്ന പുരസ്കാരമല്ല, മറിച്ചൊരു ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ്. പക്ഷേ സമ്മാന തുക കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏറ്റവും വലിയ പുരസ്കാരം, ഏറ്റവും പരമോന്നതമായ പുരസ്കാരം എന്നൊക്കെ എന്ത് ചെയ്യുന്നു, ജ്ഞാനപീഠ പുരസ്കാരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പഠിച്ചു വെക്കുകയാണ്. ഈ പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത് 1965 ഒരു മലയാളിയായിട്ടുള്ള എഴുത്തുകാരനാണ്, മലയാളിയായിട്ടുള്ള കവിക്കാണ്. അത് ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം: ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി ആര് എന്ന്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ സാഹിത്യകാരൻ, ആദ്യ എഴുത്തുകാരൻ, ആദ്യ കവി എന്നൊക്കെ ചോദിച്ചാലും, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാള കവി എന്ന് ചോദിച്ചാലും ഉത്തരം ഒന്നാണ്, അത് ജി ശങ്കരക്കുറുപ്പാണ്. അപ്പോ ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞു വെക്കണം? ജ്ഞാനപീഠ പുരസ്കാരം ഇന്ത്യയിലെ സാഹിത്യത്തിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം. 1944 ശാന്തി പ്രസാദ് ജെയിൻ സ്ഥാപിച്ച ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് പുരസ്കാരം നൽകുന്നത്. 11 ലക്ഷം രൂപയും ശില്പവുമാണ് ജേതാവിന് ലഭിക്കുക. 1965 മുതൽ എന്ത് ചെയ്യുന്നു, പുരസ്കാരം നൽകി തുടങ്ങുന്നു. ആദ്യ ജേതാവ് ജി ശങ്കരക്കുറുപ്പാണ്. ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുന്നത്. പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയും ജി ശങ്കരക്കുറുപ്പ് തന്നെ. ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മഹാനായ ജി ശങ്കരക്കുറുപ്പിനെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ ശില്പമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ 6 പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർക്ക്, മലയാളത്തിലെ 6 പ്രധാനപ്പെട്ട മലയാളി എഴുത്തുകാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ആ 6 പേരെന്ന് പഠിച്ചാലോ? 1965 ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്ക് അവാർഡ് ലഭിക്കുന്നത്. പിന്നീട് ലഭിക്കുന്നത് എസ് കെ പൊറ്റക്കാടിനാണ്. 1980 എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്നുള്ള കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. 1984 മുതൽ ഏതെങ്കിലും ഒരു കൃതിക്ക് എന്നല്ലാതെ ഒരു എഴുത്തുകാരന്റെ, സാഹിത്യകാരന്റെ എല്ലാ കൃതികളും 20 വർഷത്തോളമുള്ള അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവന മുഴുവൻ പരിഗണിച്ചാണ് എന്ത് ചെയ്യുന്നത്, പുരസ്കാരം നൽകി തുടങ്ങിയത്. 84 വരെ ഓരോ വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കൃതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്, പുരസ്കാരം ലഭിച്ചത്. നോക്കിയേ നിങ്ങൾ, ഓടക്കുഴൽ എന്നുള്ള കൃതിക്കാണ് ജി ശങ്കരക്കുറുപ്പിന് പുരസ്കാരം ലഭിച്ചത്. ഒരു ദേശത്തിന്റെ കഥ എന്നുള്ള പുസ്തകത്തിനാണ് എസ് കെ പൊറ്റക്കാടിന് പുരസ്കാരം ലഭിച്ചത്. എന്നാൽ പിന്നീട് എന്താണ്, പുസ്തകത്തിനെ നോക്കിയിട്ടല്ല, അദ്ദേഹത്തിന്റെ എല്ലാ രചനകളും നോക്കി സമഗ്ര സംഭാവനക്ക് ആ വ്യക്തിക്കാണ് എന്ത് ചെയ്യുന്നത്, പുരസ്കാരം പിന്നീട് എന്ത് ചെയ്യുന്നത്, നൽകി തുടങ്ങിയത്. അങ്ങനെ 84 തകഴിക്ക് എന്ത് ചെയ്യുന്നു, പുരസ്കാരം ലഭിക്കുന്നു. 1995 MT വാസുദേവൻ നായർക്ക് പുരസ്കാരം ലഭിക്കുന്നു. 2007 ONV കുറുപ്പിനും ഏറ്റവും അവസാനം 2019 അക്കിത്തം അച്യുത നമ്പൂതിരിക്കുമാണ് പുരസ്കാരം ലഭിക്കുന്നത്. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്, 60ാമത് പുരസ്കാര ജേതാവ് തമിഴ് സാഹിത്യകാരനായിട്ടുള്ള വൈരമുത്തുവാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും അതുപോലെ ക്വിസ് മത്സരങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ. അപ്പോൾ ഒരു 4 ഓപ്ഷൻസ് ഒക്കെ തന്ന് നമ്മളിപ്പോൾ സ്കോളർഷിപ്പ് പരീക്ഷ, LSS USS പരീക്ഷകളൊക്കെ, CM കിഡ് സ്കോളർഷിപ്പ് പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 4 ഓപ്ഷൻസുകൾ തന്നില് ഇതിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആരാണ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ മലയാളിയായ
പ്രമുഖരായിട്ടുള്ള എഴുത്തുകാർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 6 പേരെ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. അങ്ങനെ ഓർത്തു വെക്കാൻ വേണ്ടിയുള്ള ഒരു സൂത്രമാണ് മാഷ് പറയുന്നത്. എന്താ ഈ ഒരു വാക്ക് എന്ത് ചെയ്യടാ, ഈ ഒരു വാക്കല്ല, ഈ ഒരു വാക്യം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേ. ജ്ഞാനപീഠത്തിന്റെ GST MT ഓണാക്കി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. എന്താണ് ജ്ഞാനപീഠത്തിന്റെ GST MT ഓണാക്കി? ഇത് ഞാൻ കണ്ടുപിടിച്ചൊന്നല്ല, ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഡാണ്. നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കോഡായതുകൊണ്ട് ഞാനും എന്ത് ചെയ്യുന്നു, ഇത് കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഉപയോഗിക്കുകയാണ്. ജ്ഞാനപീഠത്തിന്റെ GST MT ഓണാക്കി. അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളെയാണ് ഈ ഒരു കോഡിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ജ്ഞാനപീഠ പുരസ്കാരം എന്നെന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. GSTയിലെ ആദ്യത്തെ നമ്പർ G എന്ന് പറയുന്നത് അത് G ശങ്കരക്കുറുപ്പാണ്. ആദ്യ നമ്പർ G എന്ന് പറയുന്നത് G ശങ്കരക്കുറുപ്പ്. അടുത്തത് S എന്ന് പറയുന്നത് SK പൊറ്റക്കാടാണ്. S എന്ന് പറയുന്നത് SK പൊറ്റക്കാടാണ്. അടുത്തത് T എന്ന് പറയുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. GSTയിലെ G ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, T തകഴി ശിവശങ്കര പിള്ളയാണ്. T എന്ന് പറയുന്നത് തകഴി ശിവശങ്കര പിള്ള. MT എന്ന് പറയുമ്പോൾ MT വാസുദേവൻ നായർ എന്നെന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. MT എന്ന് പറയുമ്പോൾ MT വാസുദേവൻ നായർ എന്നെന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഇനി അടുത്തത് ഓണാക്കി. ON എന്ന് പറയുന്ന ആരാടാ, അത് ONV കുറുപ്പാണ്. ON എന്ന് പറയുന്ന സമയത്ത് അത് ONV കുറുപ്പാണ്. ആക്കി എന്ന് പറയുമ്പോൾ ആക്കി എന്ന് പറയുന്ന സമയത്ത് ആക്കി അക്കിത്തം എന്നെന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ജ്ഞാനപീഠത്തിന്റെ GST MT ഓണാക്കി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ GSTയിലെ G ശങ്കരക്കുറുപ്പ്, GSTയിലെ SK പൊറ്റക്കാട്, GSTയിലെ T തകഴി ശിവശങ്കര പിള്ള, MT എന്ന് പറയുന്നത് MT വാസുദേവൻ നായർ, ഓണാക്കുക ONV കുറുപ്പ്, ആക്കി അക്കിത്തം. ഇത്രയും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 6 മലയാളികൾ അത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എന്ന് പറയുന്ന ഒരു ചോദ്യം. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് KG ശങ്കരപ്പിള്ളക്കാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപ്പിള്ള. മലയാളത്തെ ഏറ്റവും വലിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സമഗ്ര സംഭാവനക്കാണ് പുരസ്കാരം നൽകുന്നത്. ആദ്യം നൽകി തുടങ്ങിയത് 1993 ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ്. 2025 KG ശങ്കരപ്പിള്ളക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, KG ശങ്കരപ്പിള്ളയെ കാണാം. മക്കളെ, അടുത്തത് ഓടക്കുഴൽ അവാർഡാണ്. 1965 G ശങ്കരക്കുറുപ്പിന് നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഓടക്കുഴൽ എന്നുള്ള കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് വലിയ പൈസ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്നത് ജ്ഞാനപീഠത്തിനാണെന്ന് പറഞ്ഞു. അപ്പൊ ആ തുകയിലെ ഒരു വിഹിതം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, 1968 മുതൽ ഒരു ട്രസ്റ്റ് സ്ഥാപിച്ച്, അതാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ട്രസ്റ്റ് സ്ഥാപിച്ച് തൻ്റെ കൃതിയായ ഓടക്കുഴലിന്റെ പേരിലുള്ള അവാർഡ് എന്ത് ചെയ്തു, അദ്ദേഹം നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ ഉണ്ടാക്കിയ അവാർഡാണ് ഓടക്കുഴൽ അവാർഡ് എന്ന് പറയുന്നത്. 1968 നൽകുന്നു. ആദ്യമായി നൽകിയത് ബാലകവി രാമന്റെ നാരായണീയം എന്ന കൃതിക്കാണ്. ഏറ്റവും അവസാനം നൽകിയതാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2025 നൽകിയിട്ടുള്ളത് EP രാജഗോപാലനാണ്. അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം. 49ാമത് വയലാർ പുരസ്കാരം നേടിയ വ്യക്തി എന്ന് പറയുന്ന ചോദ്യം ചോദിക്കാം. ഉത്തരം E സന്തോഷ് കുമാർ ആണ്. മലയാളത്തിലെ വളരെ പ്രശസ്തനായ കവിയും ഗാനരചയിതാവും നാടകഗാനരചയിതാവും ഒക്കെയാണ് ആര്, വയലാർ എന്ന് പറയുന്നത്. വിപ്ലവ കവി എന്നറിയപ്പെടുന്ന കവിയാണ് വയലാർ. വയലാറിന്റെ സ്മരണാർത്ഥമാണ് വയലാർ അവാർഡ് നൽകുന്നത്. ഏറ്റവും അവസാനത്തെ അവാർഡ്, ഏറ്റവും ലേറ്റസ്റ്റ് 49ാമത് വയലാർ പുരസ്കാരം 2025 ലഭിക്കുന്നത് E സന്തോഷ് കുമാറിനാണ്. ഒരുപാട് പുസ്തകങ്ങൾ, തപോമയുടെ അച്ഛൻ, ജ്ഞാനഭാരം, അമ്യൂസ്മെന്റ് പാർക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് നോവലുകളൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ആര്, E സന്തോഷ് കുമാർ എന്ന് പറയുന്നത്. തുടർച്ചയായ അവാർഡുകൾ എന്ത് ചെയ്യുന്നു, നേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനാണ് വയലാർ അവാർഡ്, ഏറ്റവും അവസാനത്തെ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. വയലാർ അവാർഡ് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. ഒക്ടോബർ 27 അദ്ദേഹത്തിന്റെ ചരമദിനത്തിൽ നൽകുന്നു. ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അനശ്വരനായ വയലാറിനെ കാണാൻ വേണ്ടി സാധിക്കും. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവാ പുരസ്കാരം നേടിയ വ്യക്തി ആര് മക്കളെ? ഈ ഒരു ചോദ്യം വന്നാൽ ഉത്തരം എഴുതണം
അഖിൽ പി ധർമ്മജൻ എന്നാണ് ഉത്തരം എഴുതേണ്ടത്. അദ്ദേഹത്തിന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം വളരെ ഫേമസ് ആയിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിനകത്തും ഫേസ്ബുക്കിനകത്തും ഒക്കെ റീലുകളൊക്കെ ആയിട്ട് ഒരുപാട് കണ്ടിട്ടുള്ള പുസ്തകമാണ്. അദ്ദേഹത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 മികച്ച യുവ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മികച്ച നോവലായി എൻ പ്രഭാകരന്റെ മായാമനുഷ്യനും അതുപോലെ ബാലസാഹിത്യത്തിന് ശ്രീജിത്ത് മുത്തേടവും എന്ത് ചെയ്തു, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2025 പത്മഭൂഷൺ പുരസ്കാരം മരണാന്തര ബഹുമതിയായി ലഭിച്ച മലയാള സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. MTയുടെ ചിത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 2025 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മികച്ച നോവലിന്റെ പേരാണ് ആനോ എന്ന് പറയുന്നത്. GR ഇന്ദുഗോപനാണ് ആനോ എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത്. 3 പേർക്ക് എന്ത് ചെയ്തു, പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മികച്ച കവിത മുരിങ്ങ വാഴ കറിവേപ്പ് അനിതാ തമ്പി, ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലപാത എന്നുള്ള പുസ്തകത്തിന് V ശിനിലാലിന്. അപ്പോൾ ഇതൊക്കെ എന്താ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയും ഒരുപാട് പുരസ്കാരങ്ങളുണ്ട്. വള്ളത്തോൾ അവാർഡ് ഉണ്ട്, ബഷീർ പുരസ്കാരമുണ്ട്, പത്മപ്രഭ പുരസ്കാരമുണ്ട്, ഇങ്ങനെയുള്ള നിരവധിയായ പുരസ്കാരങ്ങൾ, ONVയുടെ പുരസ്കാരമുണ്ട്, കടമ്മനിട്ട പുരസ്കാരമുണ്ട്. ഇങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ എന്ത് ചെയ്യാണ്ട് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആപ്പിനകത്ത് ജോയിൻ ചെയ്ത് കാണുന്ന വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ സ്കൂളിന്റെ ഇമ്പോർട്ടൻ്റ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രധാനപ്പെട്ട ക്വിസ് മത്സരങ്ങൾ, അതുപോലെ തന്നെ പ്രസംഗ മത്സരങ്ങൾ, ഉപന്യാസങ്ങളൊക്കെ നിങ്ങൾ എഴുതാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്ന ആ ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ടാണ് എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ച് എന്ത് ചെയ്യുന്നത്, നിലവിൽ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന്റെ അടുത്ത ബാച്ച്, പുതിയ ബാച്ച് നമ്മൾ എന്ത് ചെയ്യാടാ, ജൂൺ 19 വായനാ ദിനത്തിന്റെ ആ ദിവസം എന്താണ്, അതിന്റെ ഭാഗമായി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ സൂപ്പർ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഓഫർ പ്രൈസിൽ എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത്, നമ്മുടെ കമന്റ് ബോക്സിനകത്ത് ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്ലാസ്, നിങ്ങളുടെ മീഡിയ, നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. തീർച്ചയായിട്ടും പൈസയും കാര്യങ്ങളൊന്നും നിങ്ങൾ തരണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, അത് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോട്ടുകൾ ലഭിക്കാൻ വേണ്ടി, അനൗൺസ്മെന്റുകൾ ലഭിക്കാൻ വേണ്ടി ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്ലാസിന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് അംഗമാവുക എന്നാണ്. അതിന്റെ ലിങ്ക് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോയുടെ താഴെ കാണാൻ വേണ്ടി പറ്റും. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് അംഗമാവുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എല്ലാ മക്കൾക്കും വായനാ ദിനത്തിന്റെ ഭാഗമായുള്ള മത്സരങ്ങളിൽ നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.